കുടിക്ക് അടിമപ്പെട്ട മനുഷ്യൻ, ഡ്രഗിന് അടിമപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്നതിന് കാണാൻ കഴിയില്ല. എന്തെങ്കിലും കാരണം പറയും. ആദ്യം ജുമാ നിസ്കരിക്കാനാവും, പിന്നെ പെരുന്നാളും പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല, 5 വക്താദേ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നറിയോ? മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാൻ, എന്തിനാ പിശാച് നിങ്ങളെ കൊണ്ട് ഈ സാധനം കുടിക്കുന്നത്? കുടിക്കണോ എന്തോ കൈപ്പിങ്ങനെ കുടി, അള്ളാഹു വരെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, എന്നാലും പോയി കുടിക്കുന്നതാണുള്ളത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ദൂഷ്യങ്ങൾ ചെയ്യൂല. പിന്നെ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്. അള്ളാഹനെ ഓർക്കരുത് എന്നുദ്ദേശിച്ചുകൊണ്ടാണ് പിശാച് നിങ്ങൾ ഇത് കുടിപ്പിക്കുന്നത്. ആദ്യം അതൊന്നും പറഞ്ഞിരില്ല. പിശാചാദ്യം ഒരു സിപ്പടിക്കൂടോ എന്നാ പറയാ. ഒരു സിപ്പല്ലേ, എന്ത് സിപ്പാണെങ്കിലും എന്റെ ഈമാനിന് അനുവദിക്കുന്നില്ല. ഈ സിപ്പടിക്കാതെ നിങ്ങളുടെ കൂടാൻ എനിക്ക് പറ്റൂല, നിങ്ങളുടെ കൂട്ടുകിട്ട് എനിക്ക് വേണ്ട, ഞാൻ വേറെ എവിടെങ്കിലും പോയി താമസിച്ചോളാം. നിങ്ങളുടെ റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ കൂട്ടമായി കുടിക്കുമ്പോൾ ഒരു ഇറക്കെങ്കിലും ഒരു 1/2 ഗ്ലാസ്സെങ്കിലും ഞാൻ കുടിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വേറെ റൂം എടുത്ത് പോയിക്കോളാം എന്ന് പറയേണ്ടവനാണ് വിശ്വാസി. എന്നല്ലാതെ എന്നാ കിടക്ക ആ ഒരൊറ്റ സിപ്പാണ് വിഷയം, അത് കുടിച്ചോ നിങ്ങൾ മുടികുടിയനായി മാറിയിരിക്കും. ആ ഒരു 1/2 സിപ്പ്, 1 സ്പൂണാണ് വിഷയം, അല്ലാതെ ഒരു കുപ്പിയല്ല വിഷയം. ആദ്യം കുടിക്കുന്ന 1 സ്പൂൺ, ആദ്യം കുടിക്കുന്ന 1 ഔൺസ്, അവിടെയാണ് വിഷയം കിടക്കുന്നത്. അത് നിങ്ങൾ അള്ളാഹുവിന്റെ ഹിർമത്തിനെ നിങ്ങൾ പൊളിച്ചോ, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ഓട്ടോമാറ്റിക് പൊളിഞ്ഞോളൂ. പിശാച് ഉദ്ദേശിക്കുന്നത് അള്ളാഹനെ ഓർക്കരുതെന്നാ. പിന്നെ ഇങ്ങനെ നമസ്കരിക്കാൻ തൗഫീഖ് ഉണ്ടാവുക? ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ, മദ്യപിക്കുന്നവർ, മയക്കുമരുന്ന് ലഹരിയും അടിമപ്പെടുന്നവർ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ അടർത്തിയെടുക്കുകയും നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയും ചെയ്യാനാണ് പിശാച് ഇത് ചെയ്യുന്നത്. അപ്പം മക്കളെ വാപ്പമാർ പുറത്താക്കേണ്ടി വരും, ഉമ്മമാർ മക്കളോട് വീട്ടിൽ കയറണ്ടെന്ന് പറയേണ്ടി വരും, ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ വേണ്ടാന്ന് പറയേണ്ടി വരും, ജ്യേഷ്ഠാനുജന്മാർ ഇങ്ങനെ അനുജൻ എനിക്കില്ലെന്ന് പറയേണ്ടി വരും, നാട്ടുകാർക്ക് ഇവൻ ഞങ്ങളുടെ നാട്ടുകാരനല്ല എന്ന് പറയേണ്ടി വരും. സർവ്വാളുകളുടെ ഇടയിലും നിങ്ങൾക്ക് വെറുപ്പും ശത്രുതയും ഉണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്ന പണിയാണിത്. വയസുദ്ദകും അൻ ദിക്രില്ല, ഒരു നിസ്കാരത്തിന്റെയോ ഒരു ദിക്റിന്റെയോ ഒരു മജ്ലിസിലോ ഒരു സ്വലാത്തിലോ ഒരു മജ്ലിസുൻ നൂറിലോ ഒരു വഅദിനോ ഒരു ഉറുദിക്കോ ഒരു ദർസിനോ ഇവരെ കിട്ടുകയുമില്ല. നിസ്കരിക്കാൻ അത്രയും കിട്ടൂല. അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന ഒന്നും അവർക്ക് പറ്റൂല. പിന്നെ പറഞ്ഞു നിസ്കാരവും അവരെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുഴുകുടിയനായിട്ട് 5 വക്ത് നിസ്കരിക്കുന്ന ഏതെങ്കിലും കള്ളൂരിനാരെങ്കിലും എനിക്കൊന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നേ. കാരണം ഈ ആയത്തിന്റെ മാന മനസ്സിലാക്കിയിട്ട് തെറ്റുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കരിക്കൂല, ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ മുമ്പ് നാങ്ങ് കാണിച്ചേക്കാം, പക്ഷെ അവർക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. പിശാച് ഉദ്ദേശിക്കുന്നത് അതാണ്, നിസ്കാരം നിർത്താൻ വേണ്ടിയിട്ട് പരിപാടി തുടങ്ങുന്നത്. അതുകൊണ്ട് നിസ്കാരം ഹാഫിളു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം കിട്ടുന്ന കാര്യം, നിങ്ങൾ നിസ്കാരത്തെ സംരക്ഷിച്ചാൽ നിസ്കാരം നിങ്ങളെ സംരക്ഷിക്കും ചീത്ത സ്വഭാവങ്ങളിൽ.